ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ കൂടെ മണിക്കുട്ടിയും ചേച്ചിയാണുള്ളത്. നമ്മളിന്ന് കൊച്ചിന് സാധനം വാങ്ങിക്കാനും മണിക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ, എനിക്ക് ഡ്രസ്സ് എടുക്കാൻ മാത്രമുള്ള ഡ്രസ്സ് എടുപ്പ്. ആദ്യം ഞങ്ങൾ പോയത് കുന്നിൽ ഹൈപ്പർ മാർട്ടിലാണ് നെടുമങ്ങാടുള്ളത്. അവിടെ നിന്നാണ് ഞാൻ പാപ്പുവിന് എല്ലാ സാധനവും മേടിക്കുന്നത്. അങ്ങനെ അതൊക്കെ മേടിച്ച് ബില്ലൊക്കെ അടിച്ച് നേരെ ആ ബില്ലും കൊണ്ട് അപ്പുറത്തിരിക്കുന്ന മാമൻ്റെ കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ എനിക്കൊരു സവോള തന്നു. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഓണം ഗിഫ്റ്റ് ആയിരിക്കും ബില്ലിൻ്റെ എമൗണ്ട് അനുസരിച്ചിട്ട്. അങ്ങനെ എനിക്ക് കിട്ടിയത് സവോളയാണ്. അങ്ങനെ സവോളയും കൊണ്ട് ഞങ്ങൾ അടുത്ത കടയിലേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ പോയി നെടുമങ്ങാടുള്ള പാലസിലേക്കാണ്. മണിക്കുട്ടിക്ക് ഒരു മീറ്റർ തുണി മേടിക്കണമായിരുന്നു അവൾക്ക് സ്കൂളിലെ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട്. അങ്ങനെ അത് നോക്കാനായിട്ട് പോയത്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പാറ്റേണിൻ്റെ മെറ്റീരിയൽ അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങി. ഇനി അടുത്ത കടയിലേക്ക് പോകാനായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. നമ്മളിങ്ങനെ നടക്കുകയാണ്, കുറേ നേരം നടക്കുന്നത്. ഒരിടത്തും ഇതുവരെ കയറിയില്ല. പോകാൻ പോകുന്നത് പെരേ പഴനത്തിലാണ്. പക്ഷേ വെള്ളി മാല പൊട്ടിപ്പോയി. ഇനി അത് ഒട്ടിക്കാനായിട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് തുണിയൊക്കെ എടുത്ത് വീട്ടിൽ പോകുന്നത്. നമ്മൾ പോയ സമയം ബെസ്റ്റ് ആയതുകൊണ്ട് അവിടെ ഒട്ടിക്കുന്ന ആളില്ലായിരുന്നു. അതുകൊണ്ട് നാളെ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അടുത്തത് വല്യമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങിക്കാനാണ് പോയത്. അമ്മമാർക്ക് ചെരുപ്പ് മേടിക്കാനും ഡ്രസ്സ് എടുക്കാനാണ് എനിക്ക് ഒരുപാട് സമയം വേണ്ടത്. കാരണം വാങ്ങിക്കൊണ്ടുവന്ന സാധനം അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള കൺഫ്യൂഷനാണ് മൊത്തത്തിൽ. ഏത് കൊണ്ടെടുത്താലും അവർ ചിലപ്പം ഇതേ ഉള്ളുവായിരുന്നു എന്ന് ചോദിച്ചാൽ തീർന്നില്ല ഇവിടെ. വല്യമ്മയ്ക്ക് ചെരുപ്പൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ പോയത് എനിക്ക് ഡ്രസ്സ് എടുക്കാനാണ്. കാരണം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം തുണിയെടുക്കാൻ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാമല്ലോ. അങ്ങനെയാണ് പിന്നെ ലാസ്റ്റ് ഡ്രസ്സ് എടുക്കാനായിട്ട് കയറിയത്. ആദ്യം അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്കും അച്ഛനും എടുത്തിട്ട് എനിക്ക് എടുക്കാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ചെന്നുകൊണ്ടത് എനിക്ക് ഈ വെള്ള സാരി കണ്ടപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് വെള്ള ആയതുകൊണ്ട് ഇനി അമ്മയ്ക്ക് എങ്ങനെയാണെന്ന് അറിയണ്ടല്ലോ. അതിന് പിന്നെ അത് പെൻഡിങ്ങിൽ വെച്ചിട്ട് ബാക്കി സാരികൾ നോക്കി. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ ഈ യെല്ലോയും ഗ്രീനും കോമ്പിനേഷൻ വരുന്ന സാരികൾ. അതിൻ്റെ ഇഷ്ടം പോലെ പാറ്റേൺ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഞാൻ എടുത്തത് ഈ പിങ്കും ബ്ലൂവും കോമ്പിനേഷൻ വരുന്ന സാരിയാണ്. അമ്മയ്ക്ക് ഈ അയൺ ചെയ്യുന്ന സാരികളൊന്നും ഇഷ്ടമല്ല. അമ്മയ്ക്ക് പെട്ടെന്ന് എളുപ്പത്തിന് എടുക്കാൻ പറ്റുന്ന സാരികളോടാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ തുണി നോക്കി എടുത്തത്. പിന്നെ എനിക്കാണ് എടുത്തത്. എനിക്ക് 3 പീസ് സെറ്റ് മതിയുള്ളതുകൊണ്ട് ഞാൻ കുറേ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വെള്ളയാണ്. ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. അങ്ങനെ അതെടുത്ത് പിന്നെ അച്ഛന് മീറ്റർ തുണിയാണ് എടുക്കുന്നത്. ഷർട്ടിൻ്റെ തുണിയും മുണ്ടും എടുത്ത് നേരെ ബില്ലടിക്കാൻ പോയി. ബില്ലടിക്കാൻ ഒരു വലിയ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ബില്ലടിച്ച് പുറത്ത് ചാടിയിട്ട് പിന്നെ പോയത് മണിക്കുട്ടിക്ക് മീറ്റർ തുണി എടുക്കാനാണ്. അങ്ങനെ അവൾക്ക് ഈ പർപ്പിൾ കളർ തുണിയാണ് എടുത്തത്. അങ്ങനെ അതൊക്കെ എടുത്ത് എല്ലാ പർച്ചേസും കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.